മലയാള സിനിമയിൽ ഒട്ടനവധി താരങ്ങൾ ഉണ്ടെങ്കിലും സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടെങ്കിലും മലയാളികൾക്ക് കണ്ടും സ്നേഹിച്ചും മതിവരാത്ത താരം മോഹൻലാലാണ്. മണിക്കൂറുകളോളം ക്യൂ നിന്ന് തങ്ങളുടെ ലാലേട്ടനൊപ്പം കഴിഞ്ഞ ദിവസം ഫോട്ടോ എടുക്കാൻ എത്തിയത് നൂറുകണക്കിന് ആളുകളുമാണ്. അവരിൽ കൈക്കുഞ്ഞു മുതൽ പ്രായമുള്ള മുത്തശ്ശിമാർ വരെ ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു കൗതുകം. അത്രമേൽ സ്നേഹിക്കുന്ന നടനാണെങ്കിലും താരത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകതര വിദ്വേഷ കമന്റുകളും പോസ്റ്റുകളും കുറവൊന്നുമല്ല. നടന്റെ ഓരോ ചലനവും സൂക്ഷ്മമായി വീക്ഷിച്ച് അതിൽ പോരായ്മകൾ കണ്ടെത്തുന്നവരുടെ എണ്ണം സോഷ്യൽ മീഡിയയിൽ വരെ കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം ആരാധകർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന താരത്തിന്റെ വീഡിയോ പുറത്തു വരുമ്പോഴും വിമർശനം ഉയരുകയാണ്. കുട്ടികളെ കൊഞ്ചിക്കല്ലേ, ജാട കാണിച്ചു സ്നേഹത്തോടെ പെരുമാറുന്നു എന്നിങ്ങനെയൊക്കെ നിരവധി കമന്റുകളാണ് വന്നിരുന്നത്. ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ച് ഒരു പ്രേക്ഷകൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. മോഹൻലാലിനായി ഇരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. സിനിമയിൽ വന്ന കാലം മുതൽ അദ്ദേഹം ചൂഷണം ചെയ്ത ചില മനുഷ്യരെക്കുറിച്ചും കുറിപ്പിൽ വിശദാംശമായി പറയുന്നുണ്ട്. അത് ഇങ്ങനെയായിരുന്നു: ഒരിക്കൽ ശോഭന ജോർജ് MLA, ക്രൈം ഫയൽ മാഗസിൻ എഡിറ്റർ നന്ദകുമാർ എന്നെ അപകീർത്തിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി എന്ന തരത്തിൽ പണം തട്ടുവാൻ ശ്രമിക്കുന്നുവെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി EK നായർക്ക് നൽകിയൊരു പരാതിയുണ്ട്. അതിലെ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: നന്ദകുമാർ എന്നോട് ഫോണിൽ പറയുകയാണ്, നിങ്ങളുടെ ചിത്രങ്ങൾ വെച്ച് ഞാൻ എനിക്ക് തോന്നിയ പോലെ നിറം പിടിപ്പിച്ച് കഥകൾ എഴുതി പ്രിന്റ് ചെയ്തേക്കാം. നിങ്ങൾക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കുവാൻ പറ്റില്ല. അത് ഒഴിവാക്കാൻ 5 ലക്ഷം രൂപ നൽകണം. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്കൊരാൾ ഒട്ടും താഴെയല്ല, സുകുമാർ അഴീക്കോടെന്നും മോഹൻലാൽ എന്നും. നിങ്ങൾ അനുഭവം കൊണ്ടേ പഠിക്കുന്നെന്ന വാശി പിടിക്കരുത് എന്നായിരുന്നു ആ വാചകം. ആ പരാതിയിലെ മോഹൻലാൽ എന്ന പേര് കണ്ടപ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് കൗമാരക്കാരനായ എൻ്റെ കൈകളിലേക്ക് കൈമാറിയ ഒരു ക്രൈം ഫയൽ വാരികയുടെ മുഖചിത്രവും ക്യാപ്ഷനും എനിക്ക് ഓർമ്മ വന്നത്. അതിലെ മുഖചിത്രം മലയാളം കണ്ട ഏറ്റവും ഐശ്വര്യമുള്ള നായകൻ്റെതായിരുന്നു. ഹെഡിങ് മോഹൻലാലിനെ എയ്ഡ്സ്, നടിമാർ പരിഭ്രാന്തിയിൽ എന്നായിരുന്നു. ലാലിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടുവാനുള്ള ശ്രമം പൊളിഞ്ഞപ്പോൾ പക തീർക്കുവാനുള്ള നന്ദകുമാറിന്റെ ശ്രമം അത്രയും തരം താഴ്ന്നതായിരുന്നു. ഇങ്ങനെ കുറിച്ച് പിന്നീടൊരിക്കൽ വളരെയധികം അലങ്കാരമായി നന്ദകുമാർ ഓർത്തെടുത്തിട്ടുണ്ട്. ലാലിന്റെ മുഖചിത്രവും എനിക്കിങ്ങനെ ക്യാപ്ഷനും വെച്ച് വാരിക പ്രിന്റ് ചെയ്ത് ഇറക്കിയതേ ഓർമ്മയുള്ളൂ. കോപ്പി വിറ്റ് പോക്ക് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ടിപ്പറിനെ വില പ്രിന്റ് ചെയ്ത് കോപ്പികൾ കൊണ്ടുപോയി ഇറക്കിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ലാഭം കിട്ടിയ ലക്കമായിരുന്നു അത് എന്നൊക്കെയാണ് അയാൾ ഓർത്തെടുത്ത് പറയുന്നത്. ഒരു മനുഷ്യന് അഭിമാനം വിട്ട് വേറൊരാൾ കത്തി ഉയർത്തുന്ന കാഴ്ചയാണത്. മികച്ച നടനുള്ള ദേശീയ അവാർഡ് പരിഗണന വേളയിൽ കാരണമില്ലാതെ തള്ളിക്കളയുന്നത് കണ്ടോ? വ്യക്തിജീവിതത്തിലെ ഓരോ നീക്കങ്ങളും വളരെ സോഷ്യൽ മീഡിയയിലും ശ്രദ്ധയോടെ തന്നെയാണ് മോഹൻലാൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബീങ് മോഹൻലാൽ ഈസ് നോട്ട് ഈസി എന്ന് പറയുന്നത്. മോഹൻലാൽ ആവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് പ്രശസ്തിയുടെ വെള്ളിവെളിച്ചത്തിലേക്ക് അയാൾ കയറി നടന്ന നാൾ മുതൽ അയാളെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ ഇറങ്ങി തിരിച്ച നന്ദകുമാറിനെ പോലുള്ള അനേകമായിരം പേരോടും പോരാടി ഇവിടെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെയൊരു കുറിപ്പ് എന്നുമാണ്